ഹേ ദിൽഫൽസ്, അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കാട്ടാളൻ എന്ന സിനിമയുടെ ഒരു ഒഫീഷ്യൽ കളക്ഷൻ വന്നിട്ടുണ്ട്. 9 കോടിയാണ് സിനിമ വേൾഡ് വൈഡായിട്ട് കളക്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ 3.9 കോടിയും പിന്നെ കേരളത്തിൽ നിന്ന് 3.47 കോടിയാണ് ലഭിച്ചിരിക്കുന്നത് ഡേ 1-ൽ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് കളക്ഷൻ തന്നെയാണ്. കാട്ടാളൻ എന്ന സിനിമയിൽ 2 ക്യാമിയോ ഉണ്ടെന്ന് അറിയാലോ. ഒന്ന് നമ്മുടെ ലോകേഷ് കനകരാജാണ്. ഇപ്പോഴത്തെ നമ്മുടെ അൽഫോൺ പുത്രൻ്റെ പോസ്റ്ററും വന്നിട്ടുണ്ട്. അൽഫോൺ പുത്രത്തിൻ്റെ ക്യാമിയോ ഇത്തിരി കൂടെ ബെറ്റർ ആയിരുന്നു ലോകേഷിനെക്കാലം. റിവ്യൂ എൻ്റെ ചാനലിൽ ഇട്ടുണ്ട്, കാണാത്തവർ ജസ്റ്റ് ഒന്ന് പോയി ചെക്കൗട്ട് ചെയ്യുക. മലയാളത്തിൽ ഇപ്പോൾ നമ്മുടെ ചെമ്പൻ വിനോദിനെ ഇപ്പോൾ അങ്ങനെ കാണാറില്ലല്ലോ. അപ്പോൾ ഈ ഒരു ബ്രേക്ക് എടുത്ത് അദ്ദേഹം ചെയ്യാൻ പോണത് റാക്ക എന്ന അല്ലു അർജുൻ ചിത്രം, ബിഗ് ബഡ്ജറ്റ് ചിത്രമായ ഈ സിനിമയിലാണ്. അത്യാവശ്യം നല്ലൊരു എക്സ്റ്റൻഡഡ് റോൾ തന്നെയാണെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു കിടിലൻ റോൾ തന്നെ ആവട്ടെ. ലാലേട്ടൻ ദിലീഷ് പോത്തൻ ചിത്രത്തിൽ സിനിമാറ്റോഗ്രഫി ചെയ്യുന്ന നമ്മുടെ ഷൈജു ഖാലിദാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അങ്ങനെയാണ് സിനിമാറ്റോഗ്രഫി ഓൾറെഡി സേഫാണ്. അപ്പോൾ എന്തായാലും സിനിമ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ ഇപ്പോൾ തന്നെ വരുന്നതായിരിക്കും. നമ്മുടെ ഗലീഫ് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സിനിമയുടെ കേരളത്തിലെ ഷൂട്ടിംഗ് ഏതാണ്ട് തീരുന്നത് ജൂൺ മാസത്തിലായിടും. പിന്നെ മിഡിൽ ഈസ്റ്റ് നേപ്പാളിൽ കുറച്ച് ഷെഡ്യൂൾ ബാക്കിയുണ്ട്. അപ്പോൾ എന്തായാലും ഓഗസ്റ്റിൽ നമുക്ക് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. സിലംബരസൻ നായകനാവുന്ന അരസൻ എന്ന ചിത്രത്തിൽ പെയറായിട്ട് എത്തുന്നത് നമ്മുടെ യോഗലക്ഷ്മി ആയിരിക്കും. അത് നമ്മുടെ ടൂറിസ്റ്റ് ഫാമിലി എന്ന ചിത്രത്തിലെ നായിക. അപ്പോൾ എന്തായാലും നമുക്ക് സിനിമയുടെ മറ്റ് അപ്ഡേറ്റ്സിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം. ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ കസിൻസ് ആൻഡ് കല്യാണം എന്ന ഈ ഒരു ലോങ് ടേം സീരീസിൻ്റെ 4 എപ്പിസോഡ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ ഒരു 4 എപ്പിസോഡ് എല്ലാം ഫ്രൈഡേയും വരുന്നതായിരിക്കും. എപ്പോഴാണ് തീരുന്നതെന്നൊന്നും അറിയില്ല. അപ്പോൾ ഫസ്റ്റ് സീസൺ ഈ ഒരു രീതിയിലാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവരെല്ലാം എന്തായാലും ജിയോ ഹോട്ട്സ്റ്റാറിൽ പോയി കാണാം. മാത്യു തോമസിൻ്റെ സുഖമാണോ എന്ന ഈ ചിത്രം ഈ വരുന്ന മെയ് മാസം ലാസ്റ്റ് റിലീസ് ചെയ്തിരുന്നായിരുന്നു. പക്ഷേ റിലീസ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആമസോൺ പ്രൈമിലൂടെ എത്രയും പെട്ടെന്ന് സിനിമയുടെ പുതുക്കിയ തീയതിയൊക്കെ അറിയിച്ച് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. നസ്ലിൻ്റെ മോളിവുഡ് ടൈംസ് എന്ന ചിത്രത്തിൻ്റെ ഗോഡ് സോങ് ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആയതുകൊണ്ട് എല്ലാവരും ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും സിനിമ വാർത്ത അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.